തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണ വിരുദ്ധ വികാരമല്ലെന്ന് ഓൺസൈറ്റ് മാനേജർ ശ്രീ രാജേഷ് എം പി അഭിപ്രായപ്പെട്ടു. ഓഫ്ഷോർ വിഷയങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണയിച്ചത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കസ്റ്റമർ ഇപ്പോൾ നമ്മളെ നെസ്റ്റ് റൂമിൽ നിന്നും മാറ്റി ക്ലിയർ കേസ് പോലുമില്ലാത്ത ഒരു മൂലയിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത് തന്റെ ഓൺസൈറ്റ് ജീവിതത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് ശ്രീ രാജേഷ് പ്രസ്താവിച്ചു. ഓഫ്ഷോർ ഭരണമാറ്റത്തോടുകൂടി M+SB എക്സ്റേ DB സെർവർ എന്നീ മൊഡ്യൂൾസിൽ നിന്ന് വരുന്ന ഒരു ബഗിനും താൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പരാജയത്തെക്കുറിച്ച് രാജേഷുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ മിസ്റ്റർ രാകേഷ്, ചോദ്യങ്ങളിലേക്ക് കടക്കാം. താങ്കൾ ഏത് പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അത് മാത്രമല്ല, താങ്കളുടെ അവിടുത്തെ ലെവൽ എന്താ? സീനിയർ റിപ്പോർട്ടർ ഫ്രം നോൺസെൻസ് ഗ്രൂപ്പ്. മിസ്റ്റർ രാജേഷ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്? മൈ ലെവൽ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതെന്നൊക്കെ വെച്ച് അവിടുത്തെ ഓഫ്ഷോർ ലെവൽ സംഭവങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, പിന്നെ ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ് ലെവലാണ്. അതൊന്നും എന്റെ ലെവലിൽ വരുന്ന കാര്യങ്ങളൊന്നും അല്ല. മൈ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള മൊത്തം ഞാനിവിടെ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മൊത്തം എന്റെ തെറ്റാന്ന് പറയുന്നതൊന്നും അതൊന്നും പറ്റില്ല, ശരിയല്ല. അപ്പോൾ ഓഫ്ഷോറിൽ നടക്കുന്ന ഒന്നിനും താങ്കൾ ഉത്തരവാദിയല്ലെന്നാണോ? ഓഫ്ഷോറിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദി അല്ലല്ലോ. അത് ഓഫ്ഷോർ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഓൺസൈറ്റിലെയോ? ഓൺസൈറ്റ് നടക്കുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദി അല്ലല്ലോ, അത് സ്വാഭാവികമായിട്ടുമല്ല. അത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഓൺസൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതൊക്കെ അവരുടെ ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്, അത് എന്റെ ലെവലിൽ വരുന്ന കാര്യങ്ങളല്ല. എന്റെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവരുടെ ടോപ്പിലോട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ ഞാൻ ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എന്ന് പറയുന്നതും അതും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് റിസർച്ച് R&D ഡെവലപ്മെന്റ് ഏരിയയിലാണ്. അപ്പൊ ഞാൻ ആ ഒരു ലെവലിൽ മാത്രം നോക്കി വെച്ചാൽ മതി. പിന്നെ വേറെ കേസ് എന്ന് വെച്ചാൽ അതിനെപ്പറ്റിയും എല്ലാം എനിക്ക് അറിയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഓൺസൈറ്റ് എഞ്ചിനീയർ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു കസ്റ്റമർ അടുത്തൊരു കാര്യം ചോദിച്ചു. മിസ്റ്റർ ഡൂക്ലിസൺ അദ്ദേഹം ഡൂപ്ലിയിൽ വർക്ക് ചെയ്യുന്നത് കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് പെട്ടെന്നൊരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഞാനും കൊല്ലങ്ങളായിട്ട് M+C വർക്ക് ചെയ്യുന്ന ആളാണ്. M+നെ പറ്റി ധാരാളം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പല M+നെ പറ്റി എന്റെ അടുത്തും ചോദിക്കാറുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റാറില്ല. പക്ഷെ എനിക്കെല്ലാം അറിയാം അതിനെപ്പറ്റി, അത് നേരാണ്. അതേപോലെയാണ് കാര്യങ്ങൾ ഇവിടെ പോകുന്നത്. എന്റെ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബാക്കിയൊക്കെ എന്റെ ലെവലിന്റെ അപ്പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. അത് താങ്കൾക്ക് ഇപ്പൊ എല്ലാം ക്ലിയർ ആയി കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ ശരി രാജേഷ്, ആർക്കും ഒന്നും മനസ്സിലായില്ല. തിരിച്ച് സ്റ്റുഡിയോയിലേക്ക്. FJQGL പ്രിന്റ് തിരോധാനം അന്വേഷണം വഴിമുട്ടുന്നു. FJQGL അയക്കുന്ന പ്രിന്റ് FJQBL എത്തുന്നില്ല എന്ന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. അന്വേഷണം തുടങ്ങി മാസങ്ങളായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കേസ് സംബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിലേക്ക് FJQGL sent print, but BL no print. FJQGL sent print, okay. If FJQBL got printed, it's okay. But here, FJQBL not got any print. Oh, thank you, Kiran sir. So the issue is FJQBL, right? No. If FJQBL got print, it prints. But FJQBL got no print. So GL problem? No. FJQGL sent the print, it's okay. So where is the print? Print is missing somewhere. So where is it? We don't know, sir. Where is it? Print is missing. What should we do? Sir, I think we should complain to the police station. Good idea.
Oh, I see. I should have done it earlier. ട്രൈപോഡ് ഉപയോഗിച്ച് തേങ്ങ പറിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. രാധിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി RIST ഡയറക്ടർ ഡോക്ടർ രാധികയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഇതിന് പ്രചോദനമായ സംഭവ വികാസങ്ങളെ പറ്റി ഡോക്ടർ രാധിക എങ്ങനെയാണ് താങ്കൾക്ക് ഇത് സാധിച്ചത്? ജപ്പാനിൽ വരാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴാണ് കണ്ടുപിടുത്തത്തിന് ആസ്പദമായ ആ സംഭവം നടന്നത്. ജപ്പാനിലൊക്കെ പോവല്ലേ, തേങ്ങാക്കൂട്ടി കൂട്ടാൻ കഴിച്ചേക്കാന്ന് വിചാരിച്ചാണ് വീട്ടിൽ ചെന്നത്. അപ്പോൾ വീട്ടിൽ ഒറ്റ തേങ്ങയില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ തെങ്ങിൽ കയറാൻ ആളെ ഒന്നും കിട്ടുന്നില്ല മോളേന്ന്. പിന്നെ എങ്ങനെ തേങ്ങ കിട്ടാനാണ്? നാട്ടിൽ ഇത്ര രൂക്ഷമായ അവസ്ഥയാണ് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഞങ്ങളുടെ എസ്റ്റേറ്റിൽ നോക്കിയപ്പോൾ. അപ്പോൾ താങ്കൾക്ക് എസ്റ്റേറ്റും ഉണ്ടോ? അതെ, വീടിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ 5 സെന്റ് എസ്റ്റേറ്റ് ഉള്ളത്. അവിടെ നോക്കിയപ്പോൾ എല്ലാ തെങ്ങിലും 1000 തേങ്ങ. 1000? അതെ, ഒരു കുലയിൽ തന്നെ അത്രയും തേങ്ങ അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ പറിക്കാൻ പറ്റുന്നില്ലേ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് കുരങ്ങന്മാരെ പരിശീലിപ്പിച്ച് തേങ്ങ പറിക്കുന്ന രീതി. താങ്കൾ എന്തുകൊണ്ടാണ് അത് പരീക്ഷിക്കാതിരുന്നത്? അതും ഞാൻ ആലോചിച്ചതാണ്. ജെല്ലോ ഒന്ന് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നിമ്മി ഒന്ന് വിളിച്ചു നോക്കി. അപ്പോ നിമ്മി പറഞ്ഞു, പറ്റില്ല, ജെല്ലോ ഇപ്പോ തെങ്ങിന്റെ മുകളിലാണ് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് എനിക്ക് ട്രൈപോഡ് വെച്ച് തേങ്ങ ഇടുക എന്ന ആശയം തോന്നിയത്. അപ്പോൾ തന്നെ ഞാൻ ട്രൈപോഡിൽ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തി സംഭവം റെഡിയാക്കി. സ്വിച്ച് ഇട്ടാൽ ട്രൈപോഡ് മുകളിലേക്ക് വരും. നിർത്താനും സ്വിച്ച് ഒന്നുകൂടി പ്രസ് ചെയ്താൽ മതി. പിന്നെ തെങ്ങിൽ നിന്നും സുഖമായ തേങ്ങയും പറിക്കാം. ഉടൻ തന്നെ അച്ഛനെ അതിന്റെ പുറത്ത് കയറ്റിയിരുത്തി ഞാൻ ഒരു 2 കുല തേങ്ങ പറിച്ച് സംഭവം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. വളരെ നന്ദി ഡോക്ടർ രാധിക. ഇനി വീട്ടിലെല്ലാവർക്കും രാധിക ട്രൈപോഡ് ഉപയോഗിച്ച് തേങ്ങ പറിക്കാം. കുടിച്ച വെള്ളത്തിൽ പോലും കസ്റ്റമറെ വിശ്വസിക്കരുത് എന്ന് IHE കോർഡിനേറ്റർ. കുടിച്ച വെള്ളത്തിൽ പോലും കസ്റ്റമറെ വിശ്വസിക്കരുതെന്ന് IHE കോർഡിനേറ്റർ തുഷാര അഭിപ്രായപ്പെട്ടു. ബഗ് ഫിക്സ് നടത്താൻ വേണ്ടി അവർ നമ്മൾക്ക് പല വാഗ്ദാനങ്ങളും നൽകുമെന്നും തനിക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും പറ്റരുതെന്നും തുഷാര പറഞ്ഞു. തുഷാര ഇപ്പോൾ ലൈനിലുണ്ട്. തുഷാര, എന്താണ് സംഭവിച്ചത്? ആദ്യം അങ്ങേര് എന്റെ അടുത്ത് ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ തന്നിട്ട് ചോദിച്ചു എത്ര ടൈം എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കോംപ്ലക്സ് ആണ്, മിനിമം 2 വീക്സ് എങ്കിലും എടുക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ തുഷാര നിക്കോയിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് വീക്ക് ഞാനും ഫാമിലിയും പോകുന്നുണ്ടായിരുന്നു. ഈ വീക്ക് ഇപ്പോൾ തുഷാര ബഗ് ഫിക്സിന്റെ ഒക്കെ ടെൻഷനിലായിരിക്കുമല്ലോ. എന്നാൽ നിക്കോയിൽ പോകാൻ കിട്ടുന്ന ചാൻസ് അല്ലേ ഇത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, അർജന്റ് ആണെങ്കിൽ കുറച്ച് ടാസ്ക് ഒക്കെ മാറ്റിവെച്ച് ഞാനിത് ചെയ്യാം. അപ്പോൾ പുള്ളി താങ്ക്സ് ഒക്കെ പറഞ്ഞു പോയി. ഫ്രൈഡേ ബഗ് ഫിക്സ് ഒക്കെ കഴിഞ്ഞ് നിക്കോയിൽ പോകാൻ ബാഗും പാക്ക് ചെയ്ത് ഉറങ്ങാൻ കിടന്നതാ. രാവിലെ പുള്ളിയിൽ വിളിച്ചപ്പോൾ പറയുവാൻ നിക്കോയിൽ ഭയങ്കര മഴയാണെന്ന്. നെക്സ്റ്റ് വീക്ക് ഞാൻ ക്യോത്തോയിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞൊരു ബഗ്ഗുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞു എവിടെ പോണേലും 2 മാസം വേണം ബഗ് ഫിക്സ് ചെയ്യാന്ന്. നമ്മുടെ അടുത്താ കളി. കുപ്രസിദ്ധമായ നെസ്റ്റ് റൂം ചായക്കോപ്പ നീരാട്ട് മഹോത്സവം മറ്റന്നാൾ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കഴുകുന്ന ചായക്കോപ്പ എന്ന ഖ്യാതിയുള്ള കോപ്പയാണ് നെസ്റ്റ് ഓൺസൈറ്റ് എഞ്ചിനീയർ മെജോയുടെ ചായക്കോപ്പ. ഈ പ്രാവശ്യത്തെ ചായക്കോപ്പ മഹോത്സവം സെപ്റ്റംബർ 6 നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണെന്ന് ഉത്സവത്തിന്റെ ഏകാംഗ കമ്മിറ്റിയും തന്ത്രിയുമായ മെജോ അറിയിച്ചു. ഉത്സവത്തിനോടനുബന്ധിച്ച് മാസ്ക് ഇല്ലാതെ ആരെയും TMSയിൽ കയറ്റില്ല എന്ന് TMSC വൃത്തങ്ങൾ അറിയിച്ചു. ഉത്സവത്തിനോടനുബന്ധിച്ച് മെജോയുടെ വാർഷിക നീരാട്ട് നാളെ നടക്കുന്നതായിരിക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നാളെ സാൻവ ഹൈറ്റ്സ് ഡ്രെയിനേജ് ഡിപ്പാർട്ട്മെന്റ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കായിക വാർത്തകൾ. സൈനിയുമായി നേരായ ബന്ധം മാത്രം ബ്രസീൽ. സുപ്രസിദ്ധ ബാഡ്മിന്റൺ താരം സൈനിയുമായി തനിക്കുള്ള ബന്ധം ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് സുപ്രസിദ്ധ ക്രിക്കറ്റ് താരം ബ്രസീൽ. സൈനിയുമായി തനിക്ക് പരിചയം പോലുമില്ല എന്ന് ചിലർ പറയുന്നത് അസൂയ മൂലമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ നട്ടലായിരുന്നു ബ്രസീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഈയിടെയായി താങ്കൾ ഈ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനാണെങ്കിലും ഈ കഴിഞ്ഞുള്ള ശ്രീലങ്ക പര്യടനത്തിനായാലും താങ്കളുടെ ഫോം വളരെയധികം മോശമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന അടുത്ത ഓസ്ട്രേലിയൻ പര്യടനത്തിന് വേണ്ടിയുള്ള ടീമിൽ താങ്കൾ ഇടം കണ്ടെത്താനായിട്ടില്ല. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഫോം എന്ന് പറയുന്നത് ഒരു മാനസിക അവസ്ഥയാണ്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഈയിടെയായി ഞാൻ ഫോമിലല്ല. ഞാൻ ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പരിശ്രമം